ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇത് നമ്മുടെ ടോപ്പിക്ക് ഡിപ്രഷനാണ്. എല്ലാവർക്കും അറിയാലോ, ചിലർ പറയും ഞാൻ ഡിപ്രസ്ഡ് ആണ്. അതിൻ്റെ മലയാളം ഞാൻ പറഞ്ഞുതരാം, വിഷാദരോഗം എന്നാണ്. വിഷാദരോഗം എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും ഇതൊരു മാനസിക പ്രശ്നമാണോ. ഓഫ് കോഴ്സ് ഇതൊരു മാനസിക പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരുടെയും അടുത്ത് പ്രിയപ്പെട്ടവർ മരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ എക്സാമിൽ ഫെയിൽ ആവുക, അതും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമുക്കൊരു ഡിസീസ് വരിക, അല്ലെങ്കിൽ നമുക്കൊരു രോഗം വരിക. ഇങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ സാഡാവും, ഭയങ്കര ദുഃഖം വരും. ഈ ദുഃഖം ഒരിക്കലും ഡിപ്രഷനല്ല. ഇതിനെയല്ല നമ്മൾ ഡിപ്രഷൻ പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ ചില ആൾക്കാർ മാറിയിട്ട് ഇതാണ് ഡിപ്രഷൻ എന്ന് പറയും. ഇത് സാഡ്നെസ് ആണ്. പക്ഷേ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ് ഓഫ് സാഡ്നെസ്, അത് നമുക്ക് കൺട്രോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറിസ്റ്റിക് മെൻ്റൽ ഇൽനെസ്സിനെയാണ് നമ്മൾ ഡിപ്രഷൻ. അപ്പോൾ നമ്മൾ സങ്കടമാവുന്നതും മെൻ്റലി എന്താ പറയുക ഡിപ്രസ്ഡ് ആവണതും വ്യത്യാസമാണ്. മെൻ്റലി ഡിപ്രസ്ഡ് ആവുന്നത് ഒരു സൈക്കാട്രിക് കണ്ടീഷനാണ്. അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഓക്കെ, ഇത് മാത്രമല്ല ഇതൊരു വൈകല്യമാണ്. അല്ലാതെ ഒരാളെ വീക്ക്നെസ്, ഒരാളുടെ എന്താ പറയുക വീക്ക്നെസ് അല്ല ഈ ഡിപ്രഷൻ. അതൊരു രോഗമാണ്. നമുക്ക് ഷുഗർ, അതേപോലെ പ്രഷർ, അതുപോലെ ആസ്മ എന്നൊക്കെ ഉള്ള പോലത്തെ ഒരു അസുഖമാണ് എന്ത് ഡിപ്രഷൻ. ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അതിലേക്ക് ലീഡ് ചെയ്യാമെന്ന് മാത്രം. ഇങ്ങനത്തെ സങ്കടം മോർ ദാൻ 2 വീക്സ് 2 വീക്സിനധികം കൂടുതൽ ഉണ്ടായാലാണ് നമ്മൾ ഡിപ്രഷൻ എന്നുള്ള സൈക്കാട്രിക് പ്രോബ്ലം ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് സാഡ്നെസ് അല്ല എന്ത് ഡിപ്രഷൻ. അറിയോക്കെ, ഈ ലോകത്ത് അറൗണ്ട് 40 സെക്കൻഡിനുള്ളിൽ ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്, ആത്മഹത്യ ചെയ്യുന്നുണ്ട്. 40 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? മേജർ കാരണം അതിന് ഡിപ്രഷനാണ്. ഡിപ്രഷൻ. അതുകൊണ്ട് ഡോക്ടറെ അടുത്ത് ചെന്നാൽ ചില സൈക്കാട്രിസ്റ്റ് പറയും ഇവന് സൂയിസൈഡ് ചെയ്യാൻ വളരെയധികം ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കണം. കാരണം വളരെയധികം വെരി സ്ട്രോങ് ഡിപ്രഷൻ ആണെങ്കിൽ സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാവും. ഇത് മാത്രമല്ല, ചിലപ്പോൾ വെയിൻ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടാബ്ലറ്റ് കഴിച്ചിട്ടോ ഒക്കെ കാര്യം ഇങ്ങനത്തെ ആൾക്കാർ വരിക. അപ്പോൾ അവർക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ ഈ ഡിപ്രഷൻ പ്രിവെൻറ്റ് ചെയ്താൽ ലോകത്ത് മേജർ പാർട്ട് ഓഫ് സൂയിസൈഡ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യാൻ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്? ഞാൻ കുറച്ച് 10 ലക്ഷണങ്ങൾ പറഞ്ഞുതരാം, സിംറ്റംസ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് സൈക്കാട്രിസ്റ്റുകൾ ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു മൂഡ് ഓഫ്. അതിന് ചിലപ്പോൾ കാരണം ഉണ്ടാവും, ചിലപ്പോൾ കാരണം ഉണ്ടാവില്ല. അങ്ങനെ അത് മോർ ദാൻ 2 വീക്സ്. ഞാൻ പറഞ്ഞ 10 കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ മോർ ദാൻ 2 വീക്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സൈക്കാട്രിസ്റ്റ് ഡയഗ്നോസ് ചെയ്യുന്നത് ഡിപ്രഷൻ ആയിരിക്കും. രണ്ടാമത് പറയേണ്ടത് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ, ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ല. എഴുതാനോ ചാറ്റ് ചെയ്യാനോ യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ കുളിക്കാനോ ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്നതും ഡിപ്രഷൻ്റെ രണ്ടാമത്തെ ലക്ഷണമാണ്. ഡിപ്രഷൻ്റെ മൂന്നാമത്തെ ലക്ഷണം വർത്ത്ലെസ്നെസ് എന്ന് പറയുന്നത്. എന്താ പറയുക, നമുക്ക് സ്വയം ഒരു വില ഉണ്ടല്ലോ, ആ വില പോകുന്ന, അതായത് നമ്മളെക്കുറിച്ച് നമുക്കൊരു മതിപ്പില്ലാതാവുന്ന ഒരവസ്ഥ ഡിപ്രഷനിൽ വരാം. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും വരണമെന്നില്ല, ഏതെങ്കിലുമൊക്കെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പേഴ്സൺ ഇറ്റ് വേരീസ്, അത് മാറും. ഓക്കെ, ദെൻ നാലാമത്തത് വിശപ്പിൽ മാറ്റം ഉണ്ടാവും. ഒന്നുകിൽ കുറേ നല്ല വിശപ്പുണ്ടാവും, അല്ലെങ്കിൽ തീരെ വിശപ്പുണ്ടാവില്ല. അഞ്ചാമത്തത് കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല, ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പോൾ പഠനത്തിൽ ലോ ആവുന്നത് ചിലപ്പോൾ ഡിപ്രഷൻ കൊണ്ടായിരിക്കണം. വി മസ്റ്റ് ബി കോഷ്യസ് അബൌട്ട് ദാറ്റ്. മോർ ദാൻ പുവർ കോൺസെൻട്രേഷൻ. ചിലപ്പോൾ ചിലർക്ക് എന്താ പറയുക റെസ്റ്റ്ലെസ്നെസ്, അതായത് ഒരു ആൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നോക്കുക. ചിലരോ സ്ലോ ആയിട്ട് ഒന്നും ചെയ്യാതെ വളരെ സ്ലോ ആയിട്ട്. ഒന്നുകിൽ റെസ്റ്റ്ലെസ് ആവാം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കാൻ കഴിയാത്ത ഒരു എന്താ പറയുക ഒരു ബേജാറും പൊറുതിയോടും ഒക്കെ. അല്ലെങ്കിൽ പിന്നെ എന്താ സ്ലോ ആയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ സ്ലോ ആയിട്ട് ചെയ്യാം. ബോത്ത് ആർ ദ സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ. മോർ ദാൻ ദാറ്റ് ഇവർക്കൊരു എനർജി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒരു ഊർജ്ജവും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല സ്ലീപ്പ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഉറക്കം എങ്ങനെയൊക്കെ വെച്ചാൽ ഒന്നുകിൽ ഉറക്കം കുറേ ഉറങ്ങും, അല്ലെങ്കിൽ കുറച്ച് ഉറങ്ങും. രണ്ടിലേതെങ്കിലും ഒന്നാണ് ഡിപ്രഷൻ്റെ ലക്ഷണം. പോരാത്തതിന് റിലേഷൻഷിപ്പിലൊന്നും വലിയ താല്പര്യം ഇല്ലാതെ വരിക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരിക്കലും ഒരു പേഴ്സണാലിറ്റി ചേഞ്ച് അല്ല. പണ്ട് ഓൻ അങ്ങനെ ആയിരുന്നു, ഇപ്പം എന്തോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇറ്റ്സ് എ ഡിസീസ്, ഇറ്റ്സ് എ സൈക്കാട്രിക് ഇൽനെസ്, സൈക്കാട്രിക് കണ്ടീഷൻ, സൈക്കാട്രിക് കേസ്. ദെൻ ലാസ്റ്റ് 10ാമത്തെ സിംറ്റം എന്താണെന്ന് വെച്ചാൽ സൂയിസൈഡൽ തോട്ടാണ്. ഇവർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത കൂടും. സോ അപ്പം നന്നായിട്ട് ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? എന്താ പറയുക, ആത്മഹത്യ വെയിൻ കട്ട് ചെയ്തിട്ടോ ടാബ്ലറ്റ് എടുത്തിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ആത്മഹത്യ ചെയ്യും. വി മസ്റ്റ് പ്രിവെൻറ്റ് ദാറ്റ്. ഈ ഡിപ്രഷന് പലരിലും പല ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ചിലപ്പോൾ കുട്ടികളിൽ എന്താ കാണിക്കുക എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ദേഷ്യം വരിക. കുട്ടികൾ സാധാരണ ഒബ്ജക്ട്സ് ഒക്കെ, സാധാരണ സാധനങ്ങളൊക്കെ എറിയുക, ആ മൊബൈൽ ഫോണ് അതുപോലുള്ള റിമോട്ട് എല്ലാം എറിയുന്നൊക്കെ ഒരു പ്രവണത കാണും. ഓക്കെ, വിശപ്പ് മാറും, അതുപോലെ അവർ ക്രേസി ആവും, ഭയങ്കര വീർതി കുട്ടികളാവും. മറ്റുള്ള യങ് പീപ്പിളിൽ അവർ ലഹരിക്ക് അടിമപ്പെടാൻ വളരെയധികം ചാൻസ് ഉണ്ട്. കഞ്ചാവ്, പിന്നെ ഇതുപോലെ ആൽക്കഹോള്, അതുപോലെ എന്താ പറയുക ഡ്രഗ്സ്, അതിനൊക്കെ അടിമപ്പെടാൻ വളരെ ചാൻസ് ഉണ്ട്. മിഡിൽ ഏജിൽ ഹെഡ് ഏക്ക്,
ബോഡി പ്രോബ്ലംസ്, അതുപോലെ എന്താ പറയുക ജോയിൻറ്റ് പെയിൻ, അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഇതിലുള്ള എല്ലാവർക്കും ഡിപ്രഷൻ ഉണ്ട് എന്നല്ല, ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സൈക്കാട്രിക് പ്രോബ്ലത്തിൻ്റെ ലിമിറ്റേഷൻസ്, അതായത് പരിധികളുണ്ട് ഇതിന് സൈക്കാട്രിക് പ്രോബ്ലത്തിന്. അതുകൊണ്ട് തന്നെ ഡിപ്രഷൻ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ചൊരു എന്താ പറയുക, നമ്മൾ പനി തലവേദന എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രത്യേകിച്ചൊരു എന്താ എക്സ്പ്ലനേഷൻ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും കുറച്ച് ലീഡിങ് പോയിന്റ്സ് സൈക്കാട്രിസ്റ്റുകൾക്ക് അറിയാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ സെറോട്ടിനിൻ, നോറെപ്പിനെഫ്രിൻ, ഡോപ്പാമീൻ എന്നീ കെമിക്കൽസ് ഒക്കെ ഉണ്ട്. ഈ കെമിക്കൽസിൻ്റെ ഒരു ബാലൻസ് ഇല്ലാതെ നിൽക്കുമ്പോഴാണ് ഡിപ്രഷൻ വരിക എന്ന് സൈക്കാട്രിസ്റ്റുകൾക്ക് അറിയാം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ്. SSRI, സെറോട്ടിനിൻ റീഅപ്റ്റേക്ക് ഇൻഹിബിറ്റർ, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കെമിക്കൽ കോൺസെൻട്രേഷൻ മാറ്റിക്കൊണ്ടാണ് അവ വർക്ക് ചെയ്യുന്നത്, സെറോട്ടിനിൻ, നോറെപ്പിനെഫ്രിൻ ആൻഡ് ഡോപ്പാമീൻ. മോർ ദാൻ ദാറ്റ് ഇതിനൊക്കെ പുറമേ ആയിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടൽ ലോബ്, നമ്മുടെ ബ്രെയിനിൻ്റെ ഫ്രണ്ട് പാർട്ട് ഒന്ന് ചുരുങ്ങും ഈ ഡിപ്രഷൻ്റെ പേഷ്യൻ്റ്. മാത്രമല്ല നമ്മുടെ ഇമോഷന് കൺട്രോൾ ചെയ്യുന്ന ഹിപ്പോ ക്യാമ്പസ് എന്നൊരു ഏരിയ ഉണ്ട് ബ്രെയിനിൽ, ആ ഏരിയ എന്ത് ചെയ്യും ചെറുതായിട്ട് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ കണ്ടെത്തിയ കാര്യങ്ങളാണ്. പക്ഷേ എന്താണ്, ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെൻറ്റിന് ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും നമുക്ക് മേജറായിട്ടുള്ള ഡിപ്രഷൻസ് ഒക്കെ മാറ്റാൻ ഇന്ന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ് എനിക്ക് പറയുന്നത്. ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് മെഡിക്കേഷനാണ് നമ്മൾ എടുക്കേണ്ടത്. നമുക്ക് കുറേ മെഡിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ എടുത്താൽ നമുക്ക് ഡിപ്രഷൻ മാറും. റിമെമ്പർ, ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരിക്കലും വാങ്ങാൻ കിട്ടില്ല. ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും വാങ്ങാൻ കിട്ടാത്ത മരുന്നുകളാണ് ആൻറ്റി ഡിപ്രസൻ്റ് എന്ന് പറയുന്ന മരുന്നുകൾ. അടുത്തത് CBT എന്ന് പറയുന്ന കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന എന്താ പറയുക സൈക്കോളജിക്കൽ, അതായത് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കൗൺസിലിംഗ്, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തല്ല സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് നമ്മുടെ ചിന്ത ചെലുത്തിയതായിരിക്കും പ്രശ്നം. അപ്പോൾ ഈ ചിന്ത ശരിയാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാം. ആ സൈക്കോളജിസ്റ്റ് പറയാണ് ഇതൊരു മെഡിക്കൽ കേസാണ്, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിട്ട് ടാബ്ലറ്റ് എടുക്കണം. ചിലപ്പോൾ സീരിയസ് ആയിട്ട് സൂയിസൈഡൽ പ്രോബ്ലംസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോഴാണ് നമ്മൾ ഡോക്ടേഴ്സ് ECT എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞ ഒരു ഷോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് നൽകുന്നത്. ഇനിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് പ്രൊസീജിയർ കൂടി ഡിപ്രഷൻ ചിലപ്പോൾ ഇതൊക്കെ എക്സ്ട്രീം സ്റ്റേറ്റാണ്. സാധാരണ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ തന്നെ കുറച്ച് കാലം കഴിച്ചാൽ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാലത്ത് കഴിച്ചാൽ തന്നെ സംഭവം മാറും. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് ഈ സൂയിസൈഡ് തോട്ടൊക്കെ ഉള്ള പേഷ്യൻറ്റിനോട് നിങ്ങളൊന്ന് തുറന്ന് സംസാരിക്കുക. ഒരാളോട് നിങ്ങൾ തുറന്ന് സംസാരിച്ചാൽ അവന് തോട്ട്സിനെ കുറിച്ച് പറയും. ഇത് സൂയിസൈഡ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് കൂടുതലല്ല ചെയ്യുക, കുറക്കുക ചെയ്യുക. ഓപ്പൺ കോൺവെർസേഷൻ എപ്പോഴും ചെയ്താൽ കുറേ പ്രോബ്ലംസ്, ലോകത്തിൻ്റെ തന്നെ കുറേ പ്രോബ്ലംസ് മാറാൻ ഈ ഓപ്പൺ കോൺവെർസേഷൻ കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഡിപ്രഷൻ വരുന്നതെന്ന് അറിയോ? കുറേയൊക്കെ ജെനറ്റിക് ഫാക്ടേഴ്സ്, അതായത് ജനിതകപരമായിട്ടുള്ള കുടുംബത്തിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഫാക്ടേഴ്സും കുറേയൊക്കെ എന്താണ് നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുപാടുമാണ്. ചിലപ്പോൾ കുറേ ക്വാളിറ്റീസ് നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ട് നമ്മുടെ ചുറ്റുപാട് മോശമായാലും എന്ത് ചെയ്യും, നമുക്ക് ഡിപ്രഷൻ ആവും. ചിലപ്പോൾ കുറേ ബാഡ് ക്വാളിറ്റീസ് നമുക്ക് കിട്ടിയിട്ട് നമ്മുടെ ചുറ്റുപാട് നന്നായാലും നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രഷൻ ആവും. ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ജീൻ ആൻഡ് എൻവയോൺമെൻറ്റ് വാട്ട് എവർ മേ ബി. നമുക്ക് പറയാനുള്ളത് ഈ സ്ട്രെസ്സ് വരുമ്പോഴാണ് ഈ ഡിപ്രഷനൊക്കെ ഉണ്ടാവുന്നത്. ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് ഇവരെ നയിക്കാൻ ഇവരെ കൊണ്ട് സാധിപ്പിച്ചാൽ നമുക്ക് ഡിപ്രഷൻ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ്, ടീനേജ്, ചിൽഡ്രൻസിന് അവരുടേതായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. പ്രായക്കാർക്ക് അവരുടേതായ സ്ട്രെസ് ഉണ്ട്. യങ് ഏജിന് അവരുടേതായ സ്ട്രെസ് ഉണ്ട്. മിഡിൽ ഏജ്, ഓൾഡ് ഏജ്, എല്ലാവർക്കും അവരുടേതായ സ്ട്രെസ് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രെസ്സിനെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം, എങ്ങനെ കോപ്പപ്പ് ചെയ്യാം എന്ന് നമ്മൾ അവരെ പഠിപ്പിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് അവർ ഡിപ്രഷനിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിയും. ഓക്കെ, അവരോട് പറയണം ഇന്നിൽ ജീവിക്കണം, പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ഒരിക്കലും ജീവിക്കരുത്. ഭൂതമോ ഭാവിയോ അല്ല, ഇന്നിൽ പ്രസൻറ്റിൽ ജീവിക്കണം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് മറക്കണം എന്നാണോ? അല്ല, പാസ്റ്റിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ഇതുപോലെ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്നിൽ ജീവിക്കാൻ പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോർ ദാൻ ദാറ്റ് ഒരു ഡെയിലി റുട്ടീൻ, രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, അങ്ങനെ ഒരു ഡെയിലി റുട്ടീൻ അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം. എന്ന് മാത്രമല്ല എക്സസൈസിന് അവരെ പ്രോത്സാഹിപ്പിക്കണം. മാത്രമല്ല സ്ലീപ്പ് പ്രോപ്പർ ആവണം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഡിപ്രഷനിൽ പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ലൈക്ക് ചെയ്യണം. മോർ ദാൻ ദാറ്റ് നിങ്ങൾ സപ്പോർട്ട് വേണം. താങ്ക് യു വെരി മച്ച്.